ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എഗ്ലെസ് മയോണൈസ് ആണ് കേട്ടോ. മുട്ട ചേർക്കാതെ തന്നെ നല്ല കിടിലനായിട്ട് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ പാത്രം എടുക്കാൻ നോക്കണം കേട്ടോ. 1/4 ഗ്ലാസ് പാലാണ് എടുത്തത്. അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണും ഇല്ല അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു പഞ്ചസാരയുടെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 1/2 മുറി നാരങ്ങയുടെ നീരുണ്ട് കേട്ടോ. വലിയ നാരങ്ങയാണെങ്കിൽ 1/2 മുറി വേണ്ട. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒത്തിരി ഉണ്ടാക്കുന്നില്ല. മയോണൈസ് ഒത്തിരി നാൾ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് 2 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഞാൻ അതുകൊണ്ട് ഇത് ഒരു 2 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുക്കാം. പൾസിലടിക്കണമെന്നില്ല. നമ്മൾ അരി അരയ്ക്കുന്നത് പോലെ, അരി തേങ്ങയൊക്കെ അരയ്ക്കില്ലേ, അതേപോലെ അപ്പുറത്തെ ബട്ടൺ ഇട്ടിട്ട് ഒന്ന് നല്ല സ്പീഡായിട്ട് കറക്കിയെടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പം നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 2 കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. മുഴുവൻ കുരുമുളക് ചേർക്കരുത്, പൊടിയില്ല. കുരുമുളകിൻ്റെ പൊടി നമ്മളൊരു പഞ്ചസാര ഇട്ടില്ലേ, ആ അളവിന് ചേർക്കാം. ഞാനിത് ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. പക്ഷേ ഒരു ഇന്നും നാളെയൊക്കെയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അന്നും അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കണ്ട. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബായ്.